അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയുടെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ ഭാഗം ചേർത്തി എഴുതാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം അഥവാ ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം എടുത്തെഴുതാനുള്ളതാണ്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും, ബ്രാക്കറ്റിൽ നിന്നും അതിനോട് യോജിച്ചത് ബിഗൈരി ഹിസാബ്. പാഠം 7 അസ്വബ്ർ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഖൈറിൻ്റെ വഴികളിൽ പെട്ടതാണ് ഡാഷ്. കുടുംബബന്ധം ചേർക്കൽ. ആറാമത്തെ പാഠം തുറുഖുൽ ഖൈർ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം. 3 ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും ഡാഷ്. ഏതാണ്? ആശൂറാ നോമ്പ്. അഞ്ചാമത്തെ പാഠം അൽ മുഫല്ലലാത്ത് എന്നുള്ളതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. 4 നര ബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ ഡാഷ്. അള്ളാഹുവിനെ ആദരിക്കലിൽ പെട്ടതാണ്. നാലാമത്തെ പാഠം അത്തഅലീം എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. 5 സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഡാഷ്. എന്താണ് ആൻസർ? ഹലാവത്തൽ ഈമാൻ. ഒന്നാമത്തെ പാഠം അല്ലാഹു തആല എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇനി ശരി അടയാളപ്പെടുത്താം. 5 ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഓരോ കള്ളിയിൽ ഉത്തരങ്ങളുണ്ട്. 3 ഓപ്ഷനാണുള്ളത് ഓരോ ചോദ്യത്തിനും. അതിൽ നിന്നും ശരിയായത് അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിൻ്റെ വിശദീകരണമാണ് ഏതാണ്? നബിചര്യ. മൂന്നാമത്തെ പാഠം അൽ ഇത്തിബാ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. 2 ലാ യദ്ഖുലുൽ ജന്നത ഡാഷ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. 8ാമത്തെ പാഠം സിലത്തുർ റഹ്ം എന്നുള്ള പാഠം, അതിൽ നിന്നാണ് ഈ ചോദ്യം. 3 ഏറ്റവും വിനാശകരമായ അവയവം ലിസാനുൻ. 10ാമത്തെ പാഠം ഹിഫ്ളുൽ ലിസാൻ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യമുള്ളത്. 4ാമത്തെ ചോദ്യം, ഒരു ദിവസത്തെ കുറഞ്ഞ ഉറക്കം 6 മണിക്കൂർ. 12ാമത്തെ പാഠം അന്നൗമ് എന്നിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. 5 ദുആ മുഅ്മിനിൻ്റെ സിലാഹുൻ. അദ്ദുആ എന്നുള്ള 13ാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉള്ളത്. ഇനി ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാം. ബ്രാക്കറ്റിൽ 2 ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ബറാഅത്ത് രാവ് ഡാഷ്. ഏതാണ്? റജബ് 27 എന്നുണ്ട്, ഷഅബാൻ 15 എന്നും ഉണ്ട്. ഏതാണ് ശരി? ഷഅബാൻ 15. 5ാമത്തെ പാഠം മുഫല്ലലാത്തിലാണ് ഈ ചോദ്യം ഉള്ളത്. 2 മൻ വസലക്കി ഡാഷ്. ഖത്തഅ്തുഹു വസൽതുഹു. ഏതാണ് ആൻസർ? വസൽതുഹു. 8ാമത്തെ പാഠം സിലത്തുർ റഹ്ം എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉള്ളത്. 3 ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമാണ് ഡാഷ്. മസ്ജിദ്, ഖുർആൻ. ഏതാണ് ആൻസർ? ഖുർആൻ. 4ാമത്തെ പാഠം അത്തഅലീം എന്നിൽ നിന്നുള്ളതാണ് ഈ ചോദ്യം. 4 ഏറ്റവും പുണ്യമുള്ള മസ്ജിദ് ഡാഷ്. മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാം. ഏതാണ്? മസ്ജിദുൽ ഹറാം. അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠത്തിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം ഉള്ളത്, 5ാമത്തെ പാഠം. 5
ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി ഡാഷ് ഖംസ മറ മിഅത്ത മറ. ഏതാണ് ആൻസർ? മിഅത്ത മറ. അൽ ഇസ്തിഗ്ഫാർ എന്നുള്ള അവസാനത്തെ പാഠം 14-ാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം. 6 സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം ഡാഷ് ഖദ്ദസല്ലാഹു സിർറഹു റളിയല്ലാഹു അൻഹു. ഏതാണ് ആൻസർ? റളിയല്ലാഹു അൻഹു. 4-ാമത്തെ പാഠം അത്തഅലീം എന്നുള്ളതിൽ നിന്നാണ് ഈ ചോദ്യമുള്ളത്. ഇനി ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിൽ 8 ചോദ്യമുണ്ട്. 1-ാമത്തെ ചോദ്യം, ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് നേടാം എന്ത്? 14-ാമത്തെ പാഠം അൽ ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യമുള്ളത്. എന്താണ് അതിൻ്റെ ആൻസർ? ഇഹപര വിജയം നേടാൻ കഴിയും. ഇസ്തിഗ്ഫാർ കൊണ്ട് ഇഹപര വിജയം നേടാൻ കഴിയും. 2 ദുആ എന്നാൽ എന്ത്? 13-ാമത്തെ പാഠം അദ്ദുആ, അതിൽ നിന്നാണ് ഈ ചോദ്യം. തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. 3-ാമത്തെ ചോദ്യം, ദിക്ർ അല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിനെ? ദിക്ർ അല്ലാത്ത സംസാരം നമ്മുടെ ഹൃദയത്തിനെ കഠിനമാക്കും. 10-ാമത്തെ പാഠം ഹിഫ്ളുൽ ലിസാനിൽ നിന്നാണ് ഈ ചോദ്യം. 4 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ്. ഏതാണ് അതിൻ്റെ ആൻസർ? ലൈലത്തുൽ ഖദ്ർ. പാഠം 5 അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠത്തിലാണ് ഈ ചോദ്യമുള്ളത്. 5-ാമത്തെ ചോദ്യം, ഗീബത്ത് എന്നാൽ എന്ത്? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയലാണ് ഗീബത്ത്. 10-ാമത്തെ പാഠം ഹിഫ്ളുൽ ലിസാനിൽ തന്നെയാണ് ഈ ചോദ്യം ഉള്ളത്. 6 ഭാര്യയുടെ കടമ എന്ത്? ആൻസർ എന്താണ്? ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ. ഉസ്റത്തുൻ റാളിയ എന്ന 11-ാമത്തെ പാഠത്തിലാണ് ഈ ചോദ്യമുള്ളത്. 7 ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കുന്നതിൻ്റെ വിധി എന്ത്? എന്താണ്? ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കലാണെന്ത്? സുന്നത്താണ്. എന്താണ് അതിൻ്റെ ആൻസർ? സുന്നത്ത്. അത് പാഠം 10 ഹിഫ്ളുൽ ലിസാനിൽ നിന്നാണ്. 8-ാമത്തെ ചോദ്യം, 2 പ്രതിഫലമുള്ള സ്വതക്ക ഏത്? സ്വതക്ക നൽകുന്നതിന് 2 പ്രതിഫലം ലഭിക്കും. അങ്ങനത്തെ സ്വതക്ക ഏതാണ്? 8-ാമത്തെ പാഠം സിലത്തുർ റഹിം, അതിൽ നിന്നാണ് ഈ ചോദ്യമുള്ളത്. എന്താണ് ആൻസർ? കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകുന്ന സ്വതക്ക. ആ സ്വതക്കക്ക് എന്തുണ്ട്? 2 പ്രതിഫലം ഉണ്ട്. ഇനി കണ്ടെത്താം. 5 ചോദ്യമുണ്ട്. 1-ാമത്തേത്, ആശൂറാ ദിനം. ആശൂറാ ദിനം എന്നാണ്? മുഹറം 10-നാണ് ആശൂറാ. 2 ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാഖുകളിൽ പ്രധാനമായത്. ആൻസർ എന്താണ്? അയൽപക്ക ബന്ധം. 3 വിശ്വാസപരമായ 2 ത്വരീഖത്ത് ഏത്? അശ്അരി ത്വരീഖത്തും മാതുരിദി ത്വരീഖത്തും. കർമ്മപരമായി 4 ത്വരീഖത്തുകളുണ്ട്, 4 മദ്ഹബുകളുണ്ട്. ഇത് വിശ്വാസപരമായിട്ടുള്ള 2 ത്വരീഖത്താണ് ചോദിക്കുന്നത്. അശ്അരി ത്വരീഖത്തും മാതുരിദി ത്വരീഖത്തും. 4 അള്ളാഹു അനുഗ്രഹിച്ചവർ ആരെല്ലാം? ആരെല്ലാമാണ്? ആൻസർ നോക്കി. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. ഇവരാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ. 5 ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര്? ആൻസർ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ.
അവരാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചത്. ഇനി പൂരിപ്പിക്കാം. ഒന്നാമത്തത് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ ഡാഷ് റബ്ബിൽ ആലമീൻ. ആൻസർ നോക്കി. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 2 മൻ യൽമൻ ലി മാ ബൈന ലഹ്യൈഹി ഡാഷ് അൽമൻ ലഹുൽ ജന്ന. 10ാമത്തെ പാഠം ഹിഫ്ളുൽ ലിസാനിൽ നിന്നാണ് ഈ ചോദ്യം. അതിലാണ് ഈ ഹദീസ് ഉള്ളത്. എന്താണ് പൂരിപ്പിക്കാൻ നോക്കി. മൻ യൽമൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ഇനി 3ാമത്തത് വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഡാഷ് അൽ ഖുലൂബ്. അത്തഅലീം എന്നുള്ള 4ാമത്തെ പാഠം അതിൽ പറയുന്നുണ്ട്. എന്താണ്? സൂറത്തുൽ ഹജ്ജിൻ്റെ 33ാമത്തെ ആയത്താണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇനി തെറ്റ് തിരുത്താം എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ എന്നാണ് എഴുതിയിട്ടുള്ളത്, അവിടെ ഐനാണ് വേണ്ടത്. ഇസ്തിഗ്ഫാർ എന്നാണ് വേണ്ടത് ശരിയായിട്ട്. ഈ ഐനിൻ്റെ മേലെ ഐനിന് പകരം ഐനാണ് വേണ്ടത്. അസ്സിറാത്തുൽ മുസ്തഖീം എന്നാണ് ഇതിൽ ശരി. എങ്ങനെയാണ്? സിറാത്തുൽ മുസ്തഖീം ഖാഫാണ്. 3ാമത്തേത് മിഹ്റാജ് രാവ് എന്നാണ്. മിഹ്റാജ് ഹംസല്ല ഐനാണ്. മിഅ്റാജ് രാവ് എന്നാണ്. 4 ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവ് എന്നുള്ളതല്ല, ഐനിന് പകരം ഹംസയാണ്. ബറാഅത്ത് രാവ് എന്നാണ്.